लग जाए गले की फिर हसी रात हो न हो, शायद फिर इस जन्म में मुलाकात हो न हो, लग जा गले. Hello, my beautiful subscribers. Welcome back to my YouTube channel, Panu Streams. So, ന്യൂ ഇയർ ഒക്കെ ആയി പുതിയൊരു വർഷം ആരംഭിച്ചിരിക്കുകയാണ്. അപ്പം എല്ലാവർക്കും അത്യാവശ്യം നല്ലൊരു ഗോൾസും എയിമൊക്കെ കാണുമായിരിക്കും. അപ്പോൾ അതിലൂടെയൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫ്രൂട്ട്സ് വെച്ചിട്ടുള്ള ഒരു ചെറിയൊരു ഫേസ് പാക്കാണ്. അപ്പം നിങ്ങൾ ഓർക്കും എന്താണ് ഫ്രൂട്ട്സ് വെച്ചിട്ട് ചെയ്യാൻ പറ്റൂ? യെസ്, ഫ്രൂട്ട്സ് വെച്ചിട്ടും ചെയ്യാൻ പറ്റും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ സ്കിന്നിൽ തരുന്ന അത്രയും വൈറ്റമിൻസ് ആയിട്ടുള്ളതാണ്. എനിക്ക് അത്രയും ഇഷ്ടമുള്ള കുറച്ച് ഫേസ് പാക്കുകളാണിത് ഫ്രൂട്ട്സ് വെച്ചിട്ട്. കാരണം നമ്മുടെ സ്കിന്നെല്ലാം അത്രയും റെജുവിനേറ്റഡ് ആയിട്ട് ഗ്ലോ ആയിട്ടിരിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ഫ്രൂട്ട്സും കൊണ്ടുള്ള ഫേസ് പാക്ക് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇന്ന ഫ്രൂട്ട് തന്നെ വേണം എന്നൊന്നുമില്ല. നമ്മുടെ കയ്യിൽ ഏത് ഫ്രൂട്ടാണോ അവൈലബിൾ ആയിട്ടുള്ളത് ആ ഫ്രൂട്ട് വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. അപ്പം എൻ്റെ ഈ ചാനൽ എല്ലാവർക്കും ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇപ്പോൾ ഫ്രൂട്ട്സിൽ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഫ്രൂട്ട്സിൽ അപ്പം വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ഉണ്ട്. നമ്മുടെ ഹെൽത്ത് നല്ല റെജുവിനേറ്റഡ് ആയിട്ടിരിക്കും. പിന്നെ നമുക്ക് സ്കിന്നൊക്കെ നല്ല ഗ്ലോ ആയിട്ടിരിക്കാനും സപ്പിൾ ആയിട്ടിരിക്കാനും ഒക്കെ സഹായിക്കും. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഫ്രൂട്ട്സിൽ. പക്ഷെ ഞാൻ പറയുന്ന ഫ്രൂട്ട്സിൽ എനിക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് തോന്നിയത് നമ്മുടെ ഏജ് പുറകോട്ട് വലിക്കാൻ സഹായിക്കും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൻറ്റി ഏജിങ്ങിന് പറ്റിയ ഒരു സൊല്യൂഷനാണ് ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്. അത് ഇന്ന ഫ്രൂട്ട് തന്നെ വേണമെന്നൊന്നുമില്ല, എല്ലാ ഫ്രൂട്ട്സും അങ്ങനെ തന്നെയാണ്. പിന്നെ നമ്മുടെ ബോഡിക്ക് അത്രയും ഒരു ഏജ്ഡ് അല്ല റിവേഴ്സ് ചെയ്യാനോ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഫ്രൂട്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഒരു ഫ്രൂട്ട് വെച്ചിട്ടുള്ള ഫേസ് പാക്ക് ആണ്. അപ്പം നമ്മുടെ കയ്യിലുള്ള ഏത് ഫ്രൂട്ട് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അതിപ്പം പോമിഗ്രാനൈറ്റ് ആയിക്കോട്ടെ, ആപ്പിൾ ആയിക്കോട്ടെ, ഇപ്പം നെല്ലിക്ക, ഗൂസ്ബെറീസ് വളരെ വളരെ സൂപ്പർ ആൻഡ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ് നമ്മുടെ സ്കിന്നിന്. അപ്പം പപ്പായ, പപ്പായ ഏറ്റവും നല്ലതാണ്. ഫേഷ്യൽ നമ്മുടെ സ്കിന്നൊക്കെ ബ്രൈറ്റ്നെസ് ആയിട്ട് പെട്ടെന്ന് സ്കിന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് ഗ്ലോ ആവാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് പപ്പായ. ഇപ്പൊ പപ്പായ ഫേഷ്യൽസ് കൂടുതൽ യൂസ് ചെയ്യുന്നത് നമുക്കറിയാം, ഈ കുറച്ചുകൂടി ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ കൂടുതലും നോക്കുന്നത് പപ്പായ വെച്ചിട്ടുള്ള ഫേഷ്യൽസും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ, എല്ലാ ഫ്രൂട്ട്സിനും ഒരുപാട് ഗുണങ്ങളുണ്ട്. പഴം ഏറ്റവും നല്ലതാണ് നമ്മുടെ സ്കിന്നിന്. അത് പഴം നന്നായിട്ട് ഉടച്ചതിന് ശേഷം നമ്മുടെ സ്കിന്നിൽ തൈരോ പാലോ ഒഴിച്ചിട്ട് നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് സ്കിന്നിൽ അപ്ലൈ ചെയ്യുവാണെങ്കിൽ വാട്ട് എ ബ്യൂട്ടിഫുൾ, അത്രയും ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു എഫക്റ്റീവ് കിട്ടും. അടിപൊളി ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫേസ് പാക്കും കൂടിയാണ്. അപ്പോൾ നമുക്ക് ഈ ബ്യൂട്ടി പാർലേഴ്സിലോ ഒന്നും പോകേണ്ട ഒരു ആവശ്യവുമില്ല. നമ്മുടെ വീട്ടിൽ എന്ത് തരം ഫ്രൂട്ട് ഉണ്ടോ ആ ഫ്രൂട്ട് വെച്ചിട്ട് നമുക്ക് ചെയ്താൽ നമ്മുടെ സ്കിന്ന് ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഫേഷ്യൽ ചെയ്യുന്ന അത്രയും ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്കിന്ന് നമുക്ക് തന്നെ അത് നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും. അപ്പം ഇന്നത്തെ വീഡിയോ, അപ്പം എൻ്റെ കയ്യിലിരിക്കുന്നതെന്ന് പറയുന്നത് ഓറഞ്ചാണ്. അപ്പം ഞാൻ ഒരു ഓറഞ്ച് എടുത്തിട്ടുണ്ട്. അപ്പം ഓറഞ്ച് വെച്ചിട്ടുള്ളതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം ഓറഞ്ചിന് പകരം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ മാതളം നല്ലതാണ്, പപ്പായ നല്ലതാണ്, പഴം നല്ലതാണ്, പിന്നെ ഗൂസ്ബെറീസ് നല്ലതാണ്. അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സ് നിങ്ങളുടെ കയ്യിലുള്ളത് എന്താണോ അത് വെച്ചിട്ട് ചെയ്യുക. അപ്പം ഞാൻ ഓറഞ്ച് എടുത്തിട്ട് ഓറഞ്ചിൻ്റെ നീര് ആദ്യമേ ഒന്ന് പിഴിഞ്ഞെടുത്തു. നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്യുമ്പോഴത്തേന് തന്നെ നമുക്ക് ഓറഞ്ചിൻ്റെ നീര് നല്ലപോലെ കിട്ടും. അതിലേക്ക് ഞാനൊരല്പം തൈര്, നമുക്ക് കുറച്ച് തൈര് ആവശ്യം മതി. കാരണം അതിലൊന്ന് ബ്ലെൻഡ് ചെയ്യാൻ പാകത്തിനൊത്ത തൈര് മതി. എന്നിട്ട് നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് എടുക്കുക. ബ്ലെൻഡ് ചെയ്തതിന് ശേഷം നമ്മുടെ സ്കിന്നിലേക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാം.
നമ്മുടെ കണ്ണിൻ്റെ അടിയിലും ഒക്കെ നമുക്ക്, പിന്നെ ഡാർക്ക് പാച്ചസ് ഉള്ളവർക്കെല്ലാം ചിലവർക്കൊക്കെ ഇങ്ങനെ ഈ സ്കിന്നിൻ്റെ ഈ ഭാഗത്തൊക്കെ ആയിട്ട് നമുക്ക് ഈ ഇതുപോലെ വരാൻ ചാൻസ് ഉണ്ട്, ഈ കറുത്ത കരിമാങ്കല്യമൊക്കെ വരാൻ ചാൻസ് ഉള്ളതാണ്. സോ അപ്പം ഈ ഒരു ഭാഗത്തൊക്കെ വരുന്നുണ്ട്. അപ്പം അതൊക്കെ തടഞ്ഞു നിർത്താനൊക്കെ ഏറ്റവും സഹായിക്കുന്ന ഒന്നാണ് വൈറ്റമിൻ സി അടങ്ങിയിരിക്കുന്ന ഓറഞ്ച്. പിന്നെ നാരങ്ങ നല്ലതാണ്. ഇതിലേക്ക് നാരങ്ങയും കൂടി കുറച്ചുകൂടെ തുള്ളി നാരങ്ങ 2-3 ഡ്രോപ്സ് കൂടി ആഡ് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി ബെനിഫിറ്റ് കിട്ടും. പിന്നെ ചിലവർക്ക് നാരങ്ങ സിട്രിക് ആസിഡ് ആയതുകൊണ്ട് എന്താ പൊള്ളൽ വരുമോ, അല്ലെങ്കിൽ എൻ്റെ സ്കിന്നിൽ പോകുമോ, തൊലി പോകുമോ, അങ്ങനെയുള്ള ചിന്തയൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ളവരൊക്കെ അത് മാറ്റി വെക്കുക. സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിൻ ടൈപ്സും കുറച്ച് പേർക്കൊക്കെ ഈ നാരങ്ങ ചെയ്യുമ്പം ബുദ്ധിമുട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതും നിങ്ങളും മാറ്റി വെക്കുക. അങ്ങനെ കുഴപ്പമില്ല, ഓരോ സ്കിൻ ടൈപ്സിനും ഓരോന്നാണ്. അപ്പം കുഴപ്പമൊന്നുമില്ല. നോർമൽ സ്കിൻ ടൈപ്സ് ഒക്കെ യൂസ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. കാരണം സ്കിന്ന് ബ്രൈറ്റ് ആവാനും വൈറ്റമിൻ സി ആയതുകൊണ്ട് തന്നെ സ്കിന്നൊക്കെ നല്ല ബ്രൈറ്റ് ആവാനും ഒക്കെ ചാൻസ് വളരെ കൂടുതലുള്ള ഒന്നാണ് ലെമൺ എന്ന് പറയുന്നത്. സോ അപ്പോൾ നമ്മൾ ഓറഞ്ചും തൈര്, ഈ 2 ഐറ്റംസ് മാത്രമേ ഉള്ളൂ ഇന്നത്തെ ഫേസ് പാക്കിൽ. സോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലപോലെ ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 15 to 20 മിനിറ്റ്സ് മാത്രം മതി. 15-20 മിനിറ്റ്സും കൊണ്ട് നമ്മുടെ സ്കിന്നിലേക്ക് അത് ഡ്രൈ ആയി മാറിക്കോളും. അതിനുശേഷം ഡ്രൈ ആയതിനു ശേഷം നന്നായിട്ട് ജസ്റ്റ് ഫ്രഷ് വാട്ടർ ഉപയോഗിച്ച് ഫേസ് വാഷ് ഇടാണ്ട് ജസ്റ്റ് ഒന്ന് കഴുകിക്കളയാം. അങ്ങനെ ഇത് 7 ഡേയ്സ് തന്നെ ചെയ്യണം. കാരണം ഞാൻ പറഞ്ഞു നാച്ചുറൽ റെമഡിയാണ്. സോ നാച്ചുറൽ റെമഡി ആയതുകൊണ്ട് തന്നെ പതുക്കെ സ്കിന്നിൽ അബ്സോർവ് ആവുകയുള്ളൂ. കാരണം നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആൻഡ് സപ്പിൾ ആയിട്ടിരിക്കാൻ സഹായിക്കും എന്ന ഒന്നാണ് ഈ ഓറഞ്ച് എന്നൊക്കെ പറയുന്നത്. അപ്പം കുറച്ചുകൂടി സമയമെടുത്ത് ചെയ്യുന്ന ഒന്നാണ് നാച്ചുറൽ റെമഡീസ് എന്ന് പറയുന്നത്. അപ്പോൾ 7 ഡേയ്സ് ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക. നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും. സോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അതിനുശേഷം നിങ്ങൾ പിന്നീട് ഇത് വാഷ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും മോയ്സ്ചറൈസറായിട്ടോ ഒക്കെ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ചിലവർക്ക് ഇപ്പം വിൻ്റർ സീസൺ ആയതുകൊണ്ട് ചിലവർക്ക് ഡ്രൈ ആവാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഏതൊരു ഫേസ് പാക്ക് ഉപയോഗിച്ചാലും ഫേസ് മാസ്ക് ഉപയോഗിച്ചാലും ഒക്കെ സ്കിന്ന് പെട്ടെന്ന് ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ മുഖത്ത് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ ടോണർ ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇത് കൂടുതലായിട്ട് നമുക്ക് കുറച്ചുകൂടി നിങ്ങൾ ബിസി ആയിട്ടുള്ള പേഴ്സൺസ് ഒക്കെ ആയതുകൊണ്ട് തന്നെ വൈകിട്ട് കുറച്ച് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്നത്. കാരണം ഇപ്പം വെയിലൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു വെയിലൊന്നും നമ്മുടെ സ്കിന്നിലേക്ക് അടിക്കത്തില്ല. വൈകിട്ടാകുമ്പോഴത്തേന് ഒരു കുറച്ചും കൂടി നമുക്ക് നമ്മുടെ സ്കിന്നൊന്ന് കവർ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈമാണ് നൈറ്റ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ഇത് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പം ഇത് യൂസ് ചെയ്തതിന് ശേഷം നന്നായി ഫേസൊക്കെ കഴുകി മോയ്സ്ചറൈസറൊക്കെ ചെയ്തിട്ട് രാവിലെ എഴുന്നേറ്റ് നോക്കുക. സ്കിൻ എത്രത്തോളം ബ്രൈറ്റ് ആയിട്ടിരിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. അങ്ങനെ 7 ഡേയ്സ് ഇട്ടുള്ള സ്കിൻ ബ്രൈറ്റനിങ് ചലഞ്ചാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഈ ചാനൽ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അങ്ങനെ പുതിയ ഒരു ടിപ്പുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സ്റ്റിൽ ദെൻ ബൈ ബൈ.